ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും വീഡിയോ എന്താന്ന്. 4 വർഷമായിട്ട് ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ 2020 മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് യൂസിൽ എനിക്ക് കുറച്ച് ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ഫസ്റ്റ് യൂസിൽ മാത്രമായിരുന്നു എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. പിന്നീട് യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ആയിരുന്നു, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ക്രാംസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ മെൻസ്ട്രൽ കപ്പിലേക്ക് ടേൺ ചെയ്തതിന് ശേഷം എനിക്ക് ക്രാംസ് നല്ല രീതിക്ക് കുറഞ്ഞു. അതുപോലെ നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വെറ്റ് ഫീലിംഗ്, ഇറിറ്റേഷനൊക്കെ തോന്നില്ലേ. പക്ഷേ മെൻസ്ട്രൽ കപ്പിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വെറ്റ് ഫീലിംഗ് ഇല്ല, ഭയങ്കര കംഫർട്ടബിളാണ്. പീരീഡ് ആണെന്ന് നമുക്ക് ഫീൽ പോലും ചെയ്യില്ല. അത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തേക്കണേ. കാരണം ഭയങ്കര കംഫർട്ടബിളാണ്, ക്രാംസ് ഇല്ല, ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് വെള്ളത്തിലിറങ്ങാനും പൂളിലിറങ്ങാനും ഒന്നും പ്രശ്നമില്ല മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ അതിൻ്റെ വേറൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് 8 to 12 hours നമുക്ക് കപ്പ് യൂസ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അതും ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലോ. ഇപ്പോൾ നല്ല ഹെവി ഫ്ലോ ഉള്ളവർക്കാണെങ്കിൽ 8 to 9 hours ചേഞ്ച് ചെയ്താൽ മതി. ഒരു മീഡിയം നോർമൽ ഫ്ലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 12 hours വരെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെൻസ്ട്രൽ കപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പീരീഡ് ആണെന്നൊരു ഫീലിങ്ങേ ഉണ്ടാവില്ല. അത്രത്തോളം കംഫർട്ടബിളാണ്. ചില ടൈമിൽ ഞാൻ മറന്നു പോയിട്ടുണ്ട് ഞാൻ പീരീഡ്സ് ആണെന്ന്. കാരണം അത് അത്രത്തോളം കംഫർട്ടബിളാണ്. പിന്നെ എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അവർ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് ഇഷ്ടമായില്ല, ലീക്ക് വരുന്നു, ഭയങ്കര ഡിസ്കംഫേർട്ടാണെന്നൊക്കെ. സോ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന കറക്റ്റ് സൈസിലുള്ള മെൻസ്ട്രൽ കപ്പ് വാങ്ങണം. കറക്റ്റ് സൈസ് അല്ലാത്ത മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ലീക്കേജ് വരും, ഇറിറ്റേഷൻ ഉണ്ടാവും, ഭയങ്കര ഡിസ്കംഫേർട്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ ആൻഡ് ആഫ്റ്റർ പീരീഡ്സ് മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യണം. ഒരു 3 to 5 minutes ഹോട്ട് വാട്ടറിലിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. ഞാൻ മെൻസ്ട്രൽ കപ്പ് ഈ 4 വർഷം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. കുറേ പേര് ഇപ്പോഴും മെൻസ്ട്രൽ കപ്പ് വാങ്ങാൻ പേടിക്കുന്നവരും മടിക്കുന്നവരും ഉണ്ട്. അങ്ങനെ വിചാരിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെൻസ്ട്രൽ കപ്പ് വാങ്ങാൻ പറ്റും. ടീനേജേഴ്സിനും വാങ്ങാൻ പറ്റും, ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴും വാങ്ങുമ്പോൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന കറക്റ്റ് സൈസിലുള്ള മെൻസ്ട്രൽ കപ്പ് വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം മെൻസ്ട്രൽ കപ്പ് വാങ്ങി 1 year യൂസ് ചെയ്തു. ആ ഒരു കപ്പ് എനിക്ക് 1 year ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു 1 year കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ സിലിക്കൺ പാർട്ടിക്കിൾസൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരാൻ തുടങ്ങി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ സെക്കൻഡ് ഞാൻ വാങ്ങിയത് സിറോണയുടെ മെൻസ്ട്രൽ കപ്പാണ്. ഞാൻ ഇപ്പോഴും 3 വർഷമായിട്ട് അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. അത് നല്ലൊരു ബ്രാൻഡാണ്. എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്, 4 വർഷം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അടിപൊളി പ്രൊഡക്റ്റാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. നിങ്ങൾ ഇപ്പോഴും വാങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങി നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. അത്രത്തോളം കംഫർട്ടബിളാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ആൻഡ് ഷെയറും ചെയ്യണേ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.